നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും പ്രയോജനപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഇത് കാണണം, മുഴുവൻ കാര്യങ്ങൾ മനസ്സിലാവും. കഴിഞ്ഞ ദിവസങ്ങളിൽ അതിശക്തമായ കാറ്റാണ് ഈ പ്രദേശങ്ങളിലൊക്കെ അടിച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ ഒരു റബ്ബർ മരം ഒടിഞ്ഞു പോയി. അപ്പോൾ ആ റബ്ബർ മരം കാണിക്കാനും അത് ഒടിഞ്ഞത് എന്തുകൊണ്ടാണെന്നും നിങ്ങൾക്ക് ഇങ്ങനെ സംഭവിക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതാണ്ട് ഇത് കണ്ടില്ലേ, ഒരു 15 വർഷം മുമ്പ് എൻ്റെ ആ റബ്ബർ മരത്തിൻ്റെ കവിട്ട ഇരിഞ്ഞു പോയായിരുന്നു. കവര ഇരിഞ്ഞു പോയി. അപ്പോൾ ഇരിഞ്ഞു പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് തടി തെളിഞ്ഞിട്ട് ഇത്രയും വർഷമായിട്ട് അത് മെനഞ്ഞു ചേർന്നില്ല. അപ്പോൾ ആ സമയത്തിനുള്ളിൽ ഇതിന് അവിടെ തടിക്ക് കേട് വന്ന് അങ്ങനെ കേട് പിടിച്ചാണ് ഇത് ഒടിഞ്ഞത്. സാധാരണഗതിയിൽ ഈ സൈഡ് ഇങ്ങനെ ഇത് കേട് വന്നപ്പം ഈ എൻ്റെ റബ്ബർ തോട്ടത്തിലോട്ടാണ് ഇത് ഒടിഞ്ഞ് വീഴേണ്ടിയിരുന്നത്. പക്ഷേ അങ്ങനെ സംഭവിച്ചില്ല. നേരെ എതിർദിശയിലോട്ട് വീണതുകൊണ്ട് എനിക്ക് എൻ്റെ മറ്റ് റബ്ബർ മരത്തിനൊന്നും ഒരു കേടും സംഭവിച്ചിട്ടില്ല. ചുരുക്കം പറഞ്ഞാൽ എനിക്ക് ഒരു നാശനഷ്ടം വരുത്താതാണ് ഈ മരം ഒടിഞ്ഞു വീണത്. അപ്പുറത്തൊരു കൊടിത്തോട്ടമാണ്, ആ കൊടിക്ക് പോലും ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പം ഇത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം സാധാരണഗതിയിൽ ഇതേപോലെ കവരം ഇരിഞ്ഞു പോയി ഇങ്ങനെ തടി തെളിഞ്ഞിരിക്കുന്ന മരങ്ങൾ 2-3 വർഷത്തിനുള്ളിൽ ഇത് ശരിയായില്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഇത് ശരിയായി കിട്ടത്തില്ല. പിന്നെ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് പിന്നെ ഇത് കാലക്രമേണ കൊണ്ട് ഒടിഞ്ഞു പോകത്തേ ഉള്ളൂ. അപ്പം ഒരു വീടിനടുത്തൊക്കെയാണ് ഈ മരം നിൽക്കുന്നുണ്ടെങ്കിൽ ഭയങ്കര സാമ്പത്തിക നഷ്ടം അതുണ്ടാക്കും. ഈ കൊടിയുടെ ഇടയ്ക്കോട്ട് വീണിട്ട് പോലും എൻ്റെ ഒരു കൊടി പോലും പോയിട്ടില്ല. അപ്പം ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ ഈ റബ്ബർ നമ്മളെ ചതിച്ചിട്ടില്ല. പണ്ടത്തെ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, മണ്ട ഇങ്ങനെ വെയിറ്റുള്ള കമ്പുകൾ മുറിച്ച് നിർത്തിയിരുന്നു കഴിഞ്ഞാൽ ഒടിയത്തില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ ഇങ്ങനെ കേട് വന്നത് നമ്മളിങ്ങനെ മുറിച്ച് നിർത്തിക്കഴിഞ്ഞാലും അത് കേട് വന്നത് എപ്പോഴായാലും അത് ഒടിഞ്ഞു വീഴും. പക്ഷേ എന്നാലും ഞാൻ ഈ 2-3 വർഷം കൂടുന്തോറും ഈ കമ്പുകൾ മുറിച്ച് മാറ്റുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ 15 വർഷം ഇതിവിടെ നിന്നത്. ഇങ്ങനെയുള്ള മരങ്ങൾ നിങ്ങളുടെ തോട്ടത്തിനുള്ളിലുണ്ടെങ്കിൽ അത് കടും വെട്ടിയിട്ട് അത് മുറിച്ച് മാറ്റി കളയാവുന്നതാണ്. തൈ റബ്ബറുകളൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, അത് പെട്ടെന്ന് 1-2 വർഷത്തിനുള്ളിൽ അത് മെനഞ്ഞങ്ങ് ശരിയാവും. നമ്മൾ ഇതിങ്ങനെ കവര ഇരിഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ 10 ദിവസം കൂടുന്നവർ M45 എന്ന് പറഞ്ഞ മരുന്ന് തളിച്ചു കൊടുക്കണം. എന്നിട്ടും 2-3 വർഷമായിട്ട് ഇത് മെനഞ്ഞ് വന്നില്ലെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ അതിൻ്റെ കടും വെട്ടി ഇത് ഫുൾ ആദായം എടുത്തിട്ട് മുറിച്ച് മാറ്റാവുന്നതാണ്. പിന്നെ നിർത്തിയോണ്ട് ഇത് ഒരു പ്രയോജനമില്ല. ഈ റബ്ബർ മരങ്ങൾക്കൊരു ദോഷമുണ്ട്. അതായത് ചുറ്റുമുള്ള തൊലി പോയി കഴിഞ്ഞാൽ ആ റബ്ബർ മരം പൂർണ്ണമായിട്ടും ഉണങ്ങിപ്പോകുന്നൊരവസ്ഥ. പക്ഷേ മറ്റ് വൃക്ഷങ്ങൾക്ക് അങ്ങനെയുള്ള കുഴപ്പങ്ങളില്ല. അഥവാ പ്ലാവിൻ്റെയൊക്കെ ആണെങ്കിലും ചുറ്റും തൊലി പോയി കഴിഞ്ഞാൽ അത് പതുക്കെ ചുറ്റും തൊലി വന്ന് ആ തടി ശരിയായി വരുന്നതാണ് കാലക്രമേണ. പക്ഷേ ഈ റബ്ബർ മരത്തിൻ്റെ തൊലി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഉടനെ പുഴുവിൻ്റെ ആക്രമണം ഉണ്ടാവുകയും അത് കാലക്രമേണ അത് കേടായി പോവുകയും ചെയ്യും. 3 വർഷത്തിനുള്ളിൽ അത് ശരിയായില്ലെന്നുണ്ടെങ്കിൽ പിന്നെ അത് ശരിയാവുകയില്ല. എപ്പോഴായാലും അത് പിന്നെ ഒടിഞ്ഞു വീഴത്തേ ഉള്ളൂ. അങ്ങനെ ഒരു ദോഷം ഈ റബ്ബർ മരത്തിനുണ്ട്. ഇതോടുകൂടി എൻ്റെ വീഡിയോ പൂർണ്ണമാകുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ ഇതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ ഇതേപോലെ ചെയ്യുന്ന നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി.